നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് സുരക്ഷിതമായ ലൈംഗിക ബന്ധവും അത് കോണ്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധം മാത്രമാണ്. അപ്പോൾ എല്ലാവരും കോണ്ടം യൂസ് ചെയ്യുക. HIV ഹൈ പ്രൊഫൈല്, ലോ പ്രൊഫൈല്, അല്ലെങ്കിൽ സുന്ദരനെന്നോ കാണാൻ കൊള്ളാമെന്നോ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെ വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് HIV. വൈറസിന് അത് ഒരു നോട്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ ബന്ധങ്ങളൊക്കെ ഏർപ്പെടുക. ഒന്നിലധികം പങ്കാളികളുണ്ടെങ്കിൽ ഓരോ 3 മാസവും ടെസ്റ്റ് ചെയ്ത് നോക്കുക. സേഫ് ഫണ്ണ് പ്രൊമോട്ട് ചെയ്യുക, എന്ന് വെച്ചാൽ കോണ്ടം ഉപയോഗിച്ചിട്ടുള്ള ഫണ്ണ് എല്ലാവരും ചെയ്യുക. പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലുള്ള ലൈംഗിക ബന്ധമൊക്കെ ഒഴിവാക്കുക. വ്യാജ ചികിത്സകളെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക. ART മെഡിസിൻ മാത്രമാണ് ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്ന്. അപ്പോൾ ആ മരുന്നിനെ തന്നെ ആശ്രയിക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ തന്നെ വ്യാജ ഏജൻറ്റുമാരുടെ വലയിൽ പോയി പെടാതിരിക്കുക. വ്യാജ ഏജൻറ്റുമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്ക് പ്രപ്പിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്നാണ് പ്രപ്പിൻ്റെ പൂർണ്ണരൂപം. പ്രപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗികത്തിന് മുമ്പ് കഴിക്കുന്ന മരുന്നാണ് പ്രപ്പ്. പ്രപ്പ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ പാർട്ട്ണർ പോസിറ്റീവാണ്, അപ്പം അയാൾക്ക് HIV വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു മെഡിസിനാണ് പ്രീ എക്സ്പോഷർ. പലരും അത് കോണ്ടം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ക്യൂസായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ ഏജൻറ്റുമാരും കുറേ വ്യാജന്മാരും ഈ മരുന്നുമായിട്ട് നടപ്പുണ്ട് കേരളത്തിൽ. അപ്പം അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ മാത്രം, അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാർഗത്തിന് വേണ്ടിയിട്ട് പല തെറ്റായിട്ടുള്ള വിവരങ്ങളും കൊടുക്കും. ഈ പ്രപ്പ് എന്ന് പറയുന്നത് തന്നെ പല തരത്തിലുണ്ട്, പല ടൈപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കേണ്ടത് ഓരോ രീതിയിലാണ്. അത് കൃത്യമായിട്ട് ഡോക്ടറെ കാണുക. എനിക്കിതുപോലെ കോണ്ടം ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്, അല്ലെ എനിക്ക് കോണ്ടം ഉപയോഗിക്കാൻ താല്പര്യമില്ല, അതല്ല എനിക്ക് ലാറ്റക്സിൻ്റെ അലർജി ഉണ്ട്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം, ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് മാത്രം ഇത് കഴിക്കുക. പിന്നെ ഈ വ്യാജ മരുന്നുകളൊന്നും മേടിക്കാതിരിക്കുക. അപ്പോൾ അവർ തരുന്നത് പ്രപ്പ് തന്നെ ആണെന്ന് അറിയത്തില്ലല്ലോ. കൃത്യമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട് ഓരോ മരുന്ന് എടുക്കുന്നതിന്. അപ്പോൾ അത് തന്നെ നോക്കുക. ഇപ്പം തരുന്ന മരുന്നുകളൊക്കെ അതേപടി കഴിച്ച് ഈ പാർശ്വഫലങ്ങളുണ്ട്, ധാരാളം മാരകമായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. നമ്മുടെ ലിവർ, കിഡ്നി പോലെയുള്ള ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇതൊക്കെ. അപ്പം അതാണോ ഒരു കോണ്ടം ഉപയോഗിക്കുന്നതാണോ നല്ലതെന്നൊക്കെ തീരുമാനിക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ മരുന്ന് കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രപ്പ് കഴിക്കുമെങ്കിൽ. അതാണ് പറയാനുള്ളത്. കാരണം പ്രപ്പ് കഴിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം സുരക്ഷിതമല്ല. പ്രപ്പ് 100% ഒരിക്കലും സുരക്ഷിതമല്ല. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് എല്ലാ ദിവസവും കഴിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ART മെഡിസിൻ എടുത്താൽ പോരെ. എന്തിനാണ് പ്രപ്പ് എടുത്തിട്ട് 100% സുരക്ഷിതമല്ല, ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മരുന്നിൻ്റെ പുറകെ പോകുന്നത്. അത് ചില ആളുകൾക്ക് അറിഞ്ഞുകൊണ്ട് ഈ രോഗം പരത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളും, അല്ലെങ്കിൽ ഈ അവരുടെ തന്നെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ഇതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഈ HIV പോലുള്ള അസുഖങ്ങൾ ഇത്രയും കൂടാനായിട്ടുള്ളൊരു കാരണവും ഇവരൊക്കെ തന്നെയാണ്. അപ്പം അതിലൊന്നും വ്യാജ പ്രചാരണങ്ങളും വ്യാജ അറിവുകളിലൊന്നും പോയി വീഴാതെ കൃത്യമായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് തന്നെ പോവുക. പ്രപ്പ് ഉപയോഗിക്കുന്ന ആളുകളും കോണ്ടം യൂസ് ചെയ്യണം എന്നാണ് സാധാരണ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സെക്സിന് കുറച്ച് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സാധാരണ പ്രപ്പ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ആളുകൾ കോണ്ടം ഉപയോഗിക്കാനുള്ള മടി, അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു എക്സ്ക്യൂസായി മാത്രം പ്രപ്പ് മാറുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 100% എഫക്റ്റീവ് അല്ല എന്നൊന്ന് ഓർക്കണം. പിന്നെ പ്രപ്പ് പോലെ തന്നെയുള്ളൊരു മെഡിസിൻ തന്നെയാണ് PEP എന്ന് പറയും, പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പോഷർ ഉണ്ടായിപ്പോയി, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്നു, ഇപ്പോൾ ഡ്രഗ്സിൻ്റെയോ ആൽക്കഹോളിൻ്റെയോ എന്തെങ്കിലും അധീനതയിൽ അതുപോലെ ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് നടന്നു, അല്ലെങ്കിൽ ഒരു കോണ്ടം പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്ന മരുന്നാണ്. അത് 72 മണിക്കൂറുണ്ട്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം നടന്നിട്ട് 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആദ്യത്തെ മരുന്ന് കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് HIV തടഞ്ഞു നിർത്താൻ പറ്റും. ആ ഒരു മരുന്നിനെയാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറയാം, PEP എന്ന് പറയാം.
മറ്റേത് PrEP. ഞാൻ കുറച്ച് മുമ്പ് ആദ്യമേ പറഞ്ഞത് PrEPും ഇത് PEP. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ART സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ PEP അവൈലബിൾ ആയിരിക്കും കേട്ടോ. ART ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നമുക്ക് ആ മരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ക്രെഡിബിളായിട്ടുള്ള ഡോക്ടർമാരുടെ അടുക്കെ പോയി തന്നെ ഈ PrEPും PEPയും കഴിക്കാം. വ്യാജ ഡോക്ടർമാരും വ്യാജന്മാരും തരുന്ന വ്യാജ മരുന്നുകളുടെ പുറകെ പോയി നമ്മളുടെ ശരീരവും ആരോഗ്യവും നശിപ്പിക്കരുത്, HIV ബാധിതരാവരുത് എന്നൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നത് മാക്സിമം കൂട്ടുക. മാക്സിമം അല്ല, മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എല്ലാ ലൈംഗിക ബന്ധവും സുരക്ഷിതമാക്കുക. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളോട് നോ പറയുക. ഇപ്പോൾ PrEP കഴിക്കുന്നവർക്ക് അവർ പറയും എന്ന് വെച്ചാൽ ഞാൻ PrEP കഴിക്കുന്നുണ്ട്, എനിക്ക് അസുഖമൊന്നും വരത്തില്ല. PrEP എന്ന് പറയുന്നത് എയ്ഡ്സിനെ മാത്രമേ തടഞ്ഞു നിർത്തുള്ളൂ. മറ്റ് ചവർ പോലെ എയ്ഡ്സിനേക്കാളും മാരകമായ അല്ലെങ്കിൽ അത്രത്തോളം മാരകമായ വേറെ STDസും ധാരാളം ഉണ്ട്. ഇപ്പം സിഫിലിസ്, ഗൊണേറിയ, വാട്സ്, ഹെപ്പറ്റൈറ്റിസ്, TB, അതുപോലെ തന്നെ കുറേ അസുഖങ്ങളുണ്ട്. ഈ ഹെർപ്പിസ്, വാട്സൊക്കെ ഉള്ള ധാരാളം ആളുകളെ നമുക്കറിയാം. അപ്പോൾ അതുപോലുള്ള അസുഖങ്ങളെ ഒന്നും ഈ PrEP ഒന്നും തടഞ്ഞു നിർത്തില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നവരുടെ അടുക്കൽ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോണ്ടംസ് ഉപയോഗിച്ച് തന്നെ സെക്സ് ചെയ്യുക. ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഞാൻ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ടാവും. നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയക്കാം, കമൻ്റ് അയക്കാം. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വരും. അടുത്ത ഒരു രോഗത്തിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി.